നമ്മൾ മിക്ക ആളുകളും വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 90% ആളുകളും കോൾ അറ്റൻഡ് ചെയ്യും അല്ലേ? എന്നാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പല ആളുകളും പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കുന്നവർ അവർ ഒന്നും നോക്കാതെ ഇതുപോലെ നിങ്ങൾ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ടാകും. ഹെൽമെറ്റിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം സംസാരിച്ചുകൊണ്ട്. പക്ഷേ അതൊക്കെ വളരെയധികം അപകടം ഉണ്ടാകും. ചില ആളുകൾ ഇതുപോലെ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഈ രൂപത്തിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് സംസാരിച്ചേ പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നിർത്തിയതിന് ശേഷം നിങ്ങൾ സംസാരിക്കുക. ഇനി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സംസാരിക്കണം, അത്യാവശ്യമാണ് എങ്കിൽ നിങ്ങളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യുന്ന ആ ഒരു സംഭവം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുക. അത്യാവശ്യ ഘട്ടത്തിലാണ് കേട്ടോ. ഇത് എവിടെയാണ് സെറ്റിങ്സ് ഉള്ളത്? പല മൊബൈലിലും ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ ടച്ച് ചെയ്യാതെ, ഹെഡ്സെറ്റിൽ ടച്ച് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. എല്ലാ മൊബൈലിലും ഈ സെറ്റിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലിലാണ്. നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ സാധാരണ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ 3 ഡോട്ട്സ് കാണാം വലതുവശത്ത്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഓപ്ഷൻ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഈ ഓപ്ഷനുകൾ കാണുന്നില്ല എങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ മതി. സെർച്ച് ബാർ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതേ ഓപ്ഷൻ ഇവിടെ കാണാം, ആൻസറിങ് എൻഡിങ് കോൾസ് എന്ന ഈ ഒരു ഭാഗം അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റീഡ് കോളർ നെയിം അലൗഡ് എന്ന ഭാഗം. ഇവിടെ ആ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ ഓൾവേസ് എന്ന ഭാഗം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ആദ്യത്തേത് നമുക്ക് ബ്ലൂടൂത്തും അതുപോലെ തന്നെ ഹെഡ്ഫോണും മാത്രം ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇത് വർക്ക് ആകുകയുള്ളൂ. കോളർ നെയിം നമുക്ക് റീഡ് ആകുകയുള്ളൂ. ഓൾവേസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇത് റീഡ് ചെയ്ത് തരും. നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തവരാണെങ്കിൽ പേര് തന്നെ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരും. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ റീഡ് ചെയ്ത് തരും. തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗം. നിങ്ങൾക്ക് 2 പ്രാവശ്യം റീഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഞാനത് എനേബിൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ബാക്ക് വരാം. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻസർ ഓട്ടോമാറ്റിക്കലി എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷനാണ്. അവിടുത്തെ എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ആൻസർ ഇൻകമിംഗ് കോൾസ് ആഫ്റ്റർ എ സെറ്റ് ടൈം വൈൽ എ ഹെഡ്സെറ്റ് ഓർ എ ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് കണക്റ്റഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡ്സെറ്റുമായിട്ടോ ബ്ലൂടൂത്ത് ഡിവൈസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡ്സെറ്റുമായിട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇവിടെ 2 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് ഒക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റം ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈം ഇവിടെ സെറ്റ് ചെയ്യാം. ആ ടൈം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ആഫ്റ്റർ 5 സെക്കൻഡ്സ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് ആരാണ് വിളിക്കുന്നതെന്ന് ഉള്ള ആ ഒരു കോളർ റീഡർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, ആ നെയിമും കേൾക്കാൻ സാധിക്കും. ഉടനെ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. തൊട്ട് താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രസ് വോളിയം അപ് ടു ആൻസർ കോൾസ് എന്ന ഭാഗം. നമുക്ക് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അപ്പ് കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ പ്രസ് സൈഡ് ബട്ടൺ ഏതെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൾ എൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനേക്കാളും ഏറ്റവും നല്ലത് നേരത്തെ ഞാൻ കാണിച്ച ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ വാഹനം ഓടിക്കാം. ആരെങ്കിലും കോൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഈ സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, വാഹനം ഓടിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഞാൻ ഈ കാണിക്കുന്ന സെറ്റിംഗ്സും കൂടി എനബിൾ ചെയ്തിട്ട് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.